ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. +2 ഫിസിക്സിൻ്റെ മോഡൽ എക്സാം 2026 കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആൻസേഴ്സ് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഞാൻ ഒരു ഓവറോൾ ഒന്ന് നോക്കിയ സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് എന്നാലും കുറച്ച് നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആക്കാൻ വേണ്ടി മിക്കവാറും ചില ക്വസ്റ്റ്യൻസൊക്കെ കൂടുതൽ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് അല്ല, ഒരു 4-5 ക്വസ്റ്റ്യൻസിന് മുകളിൽ ആ ഒരു റേഞ്ചിൽ ക്വസ്റ്റ്യൻസ് ചെറുങ്ങനൊന്ന് ഇൻഡയറക്റ്റ് ആക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു നിലവാരം പുലർത്തിയെന്നാണ് എനിക്ക് ഒരു ഔട്ട്ലൈൻ നോക്കിയപ്പോൾ മനസ്സിലായത്. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്തായാലും കമൻറ്റ് ചെയ്യുക. എന്തായാലും കാരണം NCERT എക്സസൈസ് ലെവലിൽ പഠിച്ചൊരു കുട്ടിക്ക് അതൊക്കെ വർക്കൗട്ട് ചെയ്ത് ആ കോൺസെപ്റ്റ് നന്നായിട്ട് പഠിച്ച കുട്ടിക്ക് വലിയ ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ടാവില്ല. ഒരു ഔട്ട്ലൈൻ രീതിയിൽ ഇമ്പോർട്ടൻറ്റ് മാത്രം പഠിച്ച് ജയിക്കൊക്കെ ചെയ്യാം, ഡബിൾ പാസിലൊക്കെ എത്താൻ പറ്റും എന്നൊക്കെ തോന്നുന്നത്. ഞാൻ ഫുള്ള് നോക്കിയിട്ടില്ല. ഓക്കെ, എനിവേ നമുക്ക് എങ്ങനെയാണ് ആൻസേഴ്സ് വരുന്നതെന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാം. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് നന്നായിട്ടിരുന്ന് പഠിക്കാൻ വേണ്ടി ഇനിയുള്ള ദിവസങ്ങളിൽ നോക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. NCERT എക്സസൈസ് വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിൽ വന്നതായിട്ട് കണ്ടതിൽ സന്തോഷം. ഓക്കെ, എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് വരുന്നതെന്നുള്ളത് നോക്കാം. 1 to 7 നമ്മൾ നോർമൽ ഫോർമാറ്റിൽ മാറ്റൊന്നുമില്ല. 1 മാർക്കിൻ്റെ സെഷനിൽ പോകുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ എ ഗ്ലാസ് റോഡ് റബ്ബഡ് വിത്ത് സിൽക്ക്. എന്താണ് ഗ്ലാസ് റോഡ് പോസിറ്റീവ് ചാർജ് ആവുക എന്നാണ് മുന്നേ പറയുക. അതായത് ലോസസ് ഇലക്ട്രോൺസിനെ ലോസ് ചെയ്യും എന്നുള്ളത് ഓപ്ഷൻ സി ആണ് വരിക. ഇലക്ട്രോൺസിനെ ലോസ് ചെയ്യും എന്നുള്ളതാണ്. ദെൻ ഇത് ഞാൻ എഴുതിയല്ല കേട്ടോ, ഒരു ടീച്ചർ എനിക്ക് അയച്ചു തന്നെയാണ്. അപ്പോൾ അതിൽ അതേപോലെ തന്നെ ഞാൻ പറയുകയാണ്, അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ, സ്വാഭാവികമായിട്ടും മാം അത് പെട്ടെന്ന് കണ്ടപ്പോൾ എഴുതിയിട്ടുണ്ടാവാം. ഓക്കെ, എന്തായാലും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വെൻ എ ഡൈഇലക്ട്രിക് സ്ലാബ് ഈസ് ഇൻസേർട്ടഡ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഓഫ് ആൻ ഐസൊലേറ്റഡ് ചാർജർ കപ്പാസിറ്റർ, ദ കപ്പാസിറ്റർ ടു സ്റ്റോർ എനർജി ഇൻ ഇറ്റ്. അതായത് ഡൈഇലക്ട്രിക് സ്ലാബ് വെച്ച് കഴിഞ്ഞാൽ ഷുവർലി കപ്പാസിറ്റർ ഇൻക്രീസ് ആകും. കറക്റ്റ് തന്നെയാണ്, ഓപ്ഷൻ എ തന്നെയാണ്, രണ്ടാമത്തിൽ എ തന്നെയാണ് ആൻസർ വരിക. മൂന്നാമത്തെ, സെൽഫ് ഇൻഡക്റ്റൻസ് പ്ലേസ് ദ റോൾ ഓഫ്. ഓക്കെ, നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ അത് പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ഓക്കെ, സെൽഫ് ഇൻഡക്റ്റൻസ് നമ്മൾ ഇനേഷ്യാണ്, ഇലക്ട്രിക്കൽ അനലോഗ് ഓഫ് ഇനേഷ്യ, ഇലക്ട്രിക്കൽ അനലോഗ് ഓഫ് മാസ് എന്നൊക്കെ നമ്മൾ പറയുന്നത് സെൽഫ് ഇൻഡക്റ്റൻസിനെയാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇനിയെങ്കിലും അത് പഠിക്കാൻ വേണ്ടി നോക്കുക. അതിനുവേണ്ടി മക്കളെ നമ്മൾ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ഫോർമാറ്റ് ഐഡിയ നമുക്ക് കിട്ടും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇതിന് ശേഷം ഒരു വീഡിയോ ഫ്രീ ആവുന്ന എന്തായാലും ഞാൻ ചെയ്തുതരാം. പബ്ലിക്കിലേക്ക് നിങ്ങൾ പ്രിപ്പറേഷൻ ഏത് ലെവലിലേക്ക് വരെ പോകണം എന്നുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 4, ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എക്സിസ്റ്റ് ഓൺലി വെൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ചേഞ്ചിങ്. ഇതും തൊട്ടുമ്പത്തെ വീഡിയോസിൽ നമ്മൾ സംസാരിച്ചതാണ്. ഇൻ റൂദർഫോർഡ് എക്സ്പെരിമെൻറ്റ്, ദ ഹെഡ് ഓൺ കൊളീഷൻ ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് വിത്ത് എ ഗോൾഡ് ന്യൂക്ലിയസ്, ദ ഇമ്പാക്റ്റ് വരും. കഴിഞ്ഞ പബ്ലിക് എക്സാം തന്നെയാണത്. കഴിഞ്ഞ പബ്ലിക്കിൻ്റെ B=Z² കോട്ട് θ/2/4πε0 ½ mv² എന്ന് പറയുന്ന നമ്മൾ ആ ഒരു ബി ഇമ്പാക്റ്റ് പാരാമീറ്ററിൽ തീറ്റ 180 ആകുന്ന സമയത്ത് അവിടെ നമ്മൾക്ക് ആൻസർ കോട്ട് θ/2, അവിടെ ആൻസർ കോട്ട് 90 0 വരും. അതായത് 0 ആണ്, ഒന്നും ആവശ്യമില്ല. ഇമ്പാക്റ്റ് പാരാമീറ്റർ 0 ആവുക ഹെഡ് ഓൺ കൊളീഷനിലാണ്. ക്വസ്റ്റ്യൻ നമ്പർ 6, ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ലൈറ്റ് പാസിംഗ് ഫ്രം ഗ്ലാസ് ടു വാട്ടർ ഈസ് മിനിമം 4. അത് വയലറ്റ് കളർ തന്നെയാണ് വരിക. ഓക്കെ, ക്രിട്ടിക്കൽ ആംഗിൾ ആണ്. അത് നമ്മൾ sin I/sin R = N2/N1 എന്ന് പറയുന്ന ആ ഒരു കേസിലാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ഒരു കേസിൽ കൊടുക്കുന്ന സമയത്ത് മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡിനാണ് വരേണ്ടത്, മിനിമം വയലറ്റ് ആണ്. ഇനിയെങ്കിലും ഒന്ന് പഠിച്ചു നോക്കണം. സ്റ്റേറ്റ് ട്രൂ ഓർ ഫാൾസ്. നേരത്തെ ക്വസ്റ്റ്യൻ പഠിച്ചില്ലെങ്കിൽ കറക്റ്റ് പഠിക്കണം. കാരണം ഡെൻസർ മീഡിയം ടു റയറർ മീഡിയം ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അതുകൊണ്ടാണ് അവിടെ ക്രിട്ടിക്കൽ ആംഗിളുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുമ്പോൾ മിനിമം എപ്പോഴും വേവ് ലെങ്ത് കുറഞ്ഞ ആളാണ് വരിക, വയലറ്റ് കളറാണ്. വേവ് ലെങ്ത് കൂടിയ ആൾ വരുന്ന സമയത്ത് അവിടെ ക്രിട്ടിക്കൽ ആംഗിൾ മാക്സിമം എന്നാണ് പറയേണ്ടത്. സ്റ്റേറ്റ് ട്രൂ ഓർ ഫാൾസ്, ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് ഷോർട്ട് റേഞ്ച്ഡ്. ന്യൂക്ലിയർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ കറക്റ്റാണ്, ന്യൂക്ലിയർ ഫോഴ്സ് ഷോർട്ട് റേഞ്ച് ഫോഴ്സ് ആണ്. പിന്നെ 2 മാർക്കിൻ്റെ സെഷനിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് 8 to 14 5 ക്വസ്റ്റ്യനാണ് അറ്റൻഡ് ചെയ്യേണ്ടിരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 8, ഗ്രാഫ് ഷോസ് ടെർമിനൽ വോൾട്ടേജ് അഥവാ ടെർമിനൽ വോൾട്ടേജ് V വേഴ്സസ് കറണ്ട് ഫോർ ആൻ ഇലക്ട്രിക് സെൽ. ഒരു ഗ്രാഫ് തന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ കുറച്ച് കുട്ടികൾ വരച്ചാൽ എല്ലാവരും ഇല്ല, ചില കുട്ടികൾ ചിലപ്പോൾ ഒന്ന് റൗണ്ട് അടി ഒന്ന് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവാം. മേ ബി ഒരു ഗ്രാഫ് തന്നു, സിമ്പിളാണ് ആ ഗ്രാഫ്. അപ്പോൾ അവിടെ EMF കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസും കണ്ടുപിടിക്കണം. EMF എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ പറഞ്ഞു പോവുകയാണ്. EMF നമുക്ക് ആ ഒരു എഴുതിയ നോക്കാം, വേണം നമുക്ക് നോക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ആ രീതിയിലേക്ക് പോകേണ്ട നമുക്ക് ചെയ്യാൻ പറ്റും. EMF എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് അതിലേക്ക് ഒഴുകുന്നതിന് മുമ്പ്. അപ്പോൾ 0 കറണ്ടിൽ എത്രയാണ്? 6 വോൾട്ട് കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. 0 കറണ്ട് സ്റ്റാർട്ടിങ് എത്രയാണ്? 0 കറണ്ടിൽ എത്രയാണ്? അതായത് സ്വിച്ച് കറണ്ട് ഒഴുകുന്നതിന് മുമ്പുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ അല്ലേ നമ്മൾ EMF എന്ന് വിളിക്കുക. നമ്മൾ ഡെഫിനിഷനൊക്കെ പഠിച്ചിട്ടുണ്ട്, അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കിൽ ഉണ്ടാവണം. അതിനാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. അതാണ് ഞാൻ എൻ്റെ വീഡിയോസുകളിലായിട്ട് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ആൻസർ 6 വോൾട്ട് അത്രയേ ഉള്ളൂ. ഓക്കെ, മനസ്സിലായില്ലേ? എത്ര സിമ്പിളാണ് മനസ്സിലായില്ലേ? ഡിറ്റർമിനി ഇന്റർണൽ റെസിസ്റ്റൻസ് അത് നമ്മൾ ഇക്വേഷൻ ഉപയോഗിക്കണം. R = E - V/I. ഓക്കെ, ആ ഒരു കേസിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ വലതുവശത്താണ് എഴുതിയിട്ടുണ്ട്, അവിടെ എഴുതിയിട്ടുണ്ട് V = 3 വോൾട്ട്, I = 1 ആംപിയർ. അപ്പോൾ 6 നമുക്ക് E എത്രയാണെന്ന് ഇപ്പോൾ മനസ്സിലായി, ക്വസ്റ്റ്യനോടെ മനസ്സിലായി. 6 ആണ്. 6 - 3/I എത്രയാണ്? 1 ആംപിയർ. അല്ലെങ്കിൽ സ്ലോപ്പ് എടുത്താൽ മതി. സ്ലോപ്പ് എടുത്താൽ മേലെ ഒരു
ട്രയാങ്കിൾ കണ്ടോ, മേലൊരു ട്രയാങ്കിൾ കണ്ടോ, അതുപോലെ താഴത്തൊരു ട്രയാങ്കിൾ, ഏതായാലും പ്രശ്നമില്ല. ആ മേലത്തെ ട്രയാങ്കിൾ നോക്കിയാൽ മതി. ആ സ്ലോപ്പ് VI ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടെത്തിയാൽ മതി. ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ അവിടെ എന്ത് വരിക, 6 - 3. മുകളിലത്തെ കേസാണ് പറയുന്നത്. 6 - 3/1 - 0. അത് മതി ആൻസർ. 6 - 3 3/1 3 Ohm തന്നെയാണ് വരിക. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 9, വിച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഹാസ് ദ യൂണിറ്റ് വെബർ പെർ മീറ്റർ സ്ക്വയർ. അത് ഇലക്ട്രിക് ഫീൽഡ് അല്ല മക്കളെ, അത് മാഗ്നറ്റിക് ഫീൽഡ് ഡെൻസിറ്റി എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി കേട്ടോ. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി കഴിഞ്ഞ ഓർമ്മയില്ല, പബ്ലിക് ഫസ്റ്റ് ഹാഫ് ഇയർ എക്സാമിനല്ലേ വെബർ എന്തിന് യൂണിറ്റ് ആണെന്ന് ചോദിച്ചപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ്. ഇത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്നാണ് പറയുന്നത്, ഇലക്ട്രിക് ഫീൽഡ് അല്ല കേട്ടോ. ബി പാർട്ട് താഴെ തന്നതിൽ മാഗ്നറ്റിസമായിട്ട് മാറ്ററിലാണ്. പാരാമാറ്റ് മെറ്റീരിയലിന് എക്സാമ്പിൾ വരുന്ന പേഴ്സ് ഏതാണ്? സോഡിയം ആൻഡ് കാൽഷ്യം ആണ് വരിക. കോപ്പർ ഗോൾഡൊക്കെ നമ്മൾ ഡയലാണ് വരിക. ദെൻ 10ാമത്തെ ക്വസ്റ്റ്യൻ, 100 Ohm റെസിസ്റ്റർ പ്രീവിയസ് NCERT എക്സസൈസ് ആണ്. ഓക്കെ, നമ്മൾ റെസിസ്റ്ററിൽ പോകുമ്പോൾ AC എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഫണ്ടമെൻ്റൽസ് ആണത്. RMS വാല്യൂ നോക്കി ഡിവൈഡ് ചെയ്യുക. 220 volt ഡിവൈഡ് ബൈ 100 Ohm 2.2 ആംപിയർ. അത് കറക്റ്റാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നെറ്റ് പവർ എത്രയാണ്? ഇപ്പം കിട്ടിയിരിക്കുന്ന കറണ്ടിനെ വോൾട്ടേജ് കൊണ്ട് RMS വോൾട്ടേജ് കൊണ്ട് മൾട്ടിപ്ലൈ 484 വാട്ട്. ഇത് എല്ലായിടത്തും എഴുതി വെച്ച ക്വസ്റ്റ്യനാണ്. ഞാൻ ക്ലാസ് എടുത്ത എല്ലായിടത്തും ഈ പ്രോബ്ലം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം അത് NCERTയിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അതേപോലെ കോപ്പി പേസ്റ്റ് ചോദിക്കുകയും ചെയ്ത്. ഇതേപോലെ തന്നെ 44 മില്ലി ഹെൻറി ഇൻഡക്ടറിന് വരും. 44 മില്ലി ഹെൻറി ആണ്. കപ്പാസിറ്ററാണ് 32 മൈക്രോ ഫാരഡ് ആണ്. മക്കൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ വേണം കറക്റ്റ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത മക്കളെ. ദെൻ അങ്ങനെ ചെയ്ത മക്കൾക്ക് അത് ഈസിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 11, A പാർട്ട് ലാസിക് ഐ സർജറി UV ആണ് ഉപയോഗിക്കുക. B പാർട്ടും അതും പ്രീവിയസ് ആണ് മക്കൾ, അതെല്ലാം പ്രീവിയസ് ആടാ. ഓക്കെ, അതിൽ E0 തന്നിട്ട് B0 കണ്ടെത്താൻ വേണ്ടി. അപ്പോൾ E0 B0 നമ്മൾ റിലേഷൻ നമുക്കറിയാം. E0 = CB0. അപ്പോൾ B0 = E0/C. ഒന്നുമില്ല, ഇപ്പോൾ കിട്ടിയ E0 30/3 × 10⁸ ഡിവൈഡ് ചെയ്യുക. ആൻസർ വിൽ ബി 10⁻⁻7 ടെസ്ല. ക്വസ്റ്റ്യൻ നമ്പർ 12ലേക്ക് പോകുന്ന സമയത്ത് പ്ലെയിൻ വേവ് ഫ്രണ്ട് ഈസ് ഇൻസിഡൻറ്റ് ഓൺ എ കോൺകേവ് മിറർ ഓഫ് റേഡിയസ് ഓഫ് കർവേച്ചർ. ഇപ്പോഴും ഇത് തിരിച്ചു വയ്ക്കാൻ ചെയ്യുക. റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ടിന് ഷേപ്പ് എന്താ? റിഫ്ലക്റ്റഡ് കോൺകേവ് മിറർ ആണ്, അത് കൺവേർജ് ചെയ്യാണ് ചെയ്യുക. കൺവേർജ് ചെയ്യുമ്പോൾ ഒരു പോയിന്റിലേക്കാണ് വരിക. അപ്പോൾ അങ്ങനെയാണ് സ്വാഭാവികമായിട്ട് അത് സ്ഫെരിക്കൽ വേവ് ഫ്രണ്ട് ആണ് വരേണ്ടത്. ദെൻ റേഡിയസ് ഓഫ് ദ റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന റിലേഷനാണ്. F = R/2, R = 2F. R = 2F. നമ്മൾ നോർമൽ റിഫ്ലക്ഷൻ മെത്തേഡിലൊക്കെ ലാബിലൊക്കെ ഉപയോഗിക്കുന്ന അതേ സാധനം തന്നെയാണ്. R = 2F. ക്വസ്റ്റ്യൻ നമ്പർ 13, എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ആൻ ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ഈസ് -3.4 ഇലക്ട്രോൺ വോൾട്ട്. അങ്ങനെയാണ് ആംഗുലർ മൊമെന്റ് എന്താ? ആംഗുലർ മൊമെന്റ് കണ്ടതിന്റെ ഇക്വേഷൻ L = NH/. ഞാൻ പറയുന്നത് മനസ്സിലാക്കി വെക്കുക. നോട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നോട്ട് ചെയ്യുക. പോസ് ചെയ്ത് കാണാം. L = NH/2π ആണ്. അപ്പോൾ നമുക്ക് H/2π സീനൊന്നുമില്ല. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അല്ല നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യം കൂടിയാണ്. N അറിയില്ല. ആ N കണ്ടെത്താനാണ് ഈ -3.4. അത് നമ്മൾ എനർജിൻ്റെ ഇക്വേഷൻ -13 സൈഡിൽ എഴുതി വെച്ച ഇക്വേഷൻ തന്നെയാണ്, കറക്റ്റാണത്. -13.6/n². ആ എനർജി തന്നു -3.4 ആണ്. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് n² = 4 എന്ന് കിട്ടും. N = 2. അതായത് ഫസ്റ്റ് സ്റ്റേറ്റിൽ -13, വാല്യൂസ് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാലും മതി. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റിൽ -13.6, സെക്കൻഡ് സ്റ്റേറ്റിലാണ് -3.4, പിന്നെ -1.51, പിന്നെ -0.85. ഞാൻ 4-5 വരെ പഠിക്കണം എന്നാണ് പറയാറുള്ളത്. അപ്പോൾ സെക്കൻഡിലാണ് -3.4. അപ്പോൾ N കിട്ടി. N എത്രയാണ്? 2 ആണ്. അപ്പോൾ 2 × H/2π ആയിരിക്കും ആൻസർ. അപ്പോൾ 2 ക്യാൻസൽ. ആൻസർ വിൽ ബി H/π അഥവാ 6.626 × 10⁻34 പൈ എന്ന് പറയുന്ന 3.14 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ അത്രയും ആംഗുലർ മൊമെൻറ്റം, അത്രയും ജൂൾ സെക്കൻഡ് ആയിരിക്കും ആൻസർ വരിക. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 14, ന്യൂക്ലിയയിൽ കുറേ കുട്ടികൾ ന്യൂക്ലിയൽ ഇത് പഠിച്ചാൽ മതി. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് മനസ്സിലായില്ല. മാസ് ഡിഫെക്റ്റ് അത് വ്യക്തമായിട്ട് ആ ക്വസ്റ്റ്യൻ രൂപത്തിൽ ഞാൻ ചെയ്തു വെച്ചാൽ മാസ് ഡിഫെക്റ്റ് എന്താണെന്നുള്ള കാര്യം. ഓക്കെ, മാസ് ഡിഫെക്റ്റ് നമ്മൾ ΔM = ZMP + A - ZMN - ക്യാപിറ്റൽ M ടോട്ടൽ മാസ് ഓഫ് ന്യൂക്ലിയോൺസിൻ്റെയും ടോട്ടൽ മാസ് ഓഫ് ദ ആക്ച്വൽ ന്യൂക്ലിയസിൻ്റെയും ഡിഫറൻസിനെയാണ് മാസ് ഡിഫെക്റ്റ് എന്ന് പറയുന്നത്. താഴത്തെ എന്നാൽ ഐസോട്ടോൺസ് ഏത്? ഐസോട്ടോൺസ് ആണ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് സെയിം ആയിരിക്കണം. അത് റൗണ്ട് വെച്ചിരിക്കുന്ന സോഡിയം ആൻഡ് നിയോൺ തന്നെയാണ്. കാരണം 24 നിന്ന് 11 കുറച്ച് കഴിഞ്ഞാൽ 13 ആണ്. 23 10 കുറച്ച് കഴിഞ്ഞാലും 13 ആണ്. ഓക്കെ, ന്യൂട്രോൺ നമ്പർ എന്ന് പറഞ്ഞാൽ 13 ആണ് അവിടെ വരിക. ദെൻ 3 മാർക്കിൻ്റെ സെഷനിലേക്ക് നമ്മൾ പോവുകയാണ്. 15 to 21. അതിൽ SI യൂണിറ്റ് ഓഫ് കൂളം മീറ്റർ വരുന്ന SI യൂണിറ്റ് ആർക്കാണ്? ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് ആണ്. ഫസ്റ്റ് ചാപ്റ്റർ എന്നാണ് ക്വസ്റ്റ്യൻ. എപ്പോഴും ചോദിക്കുന്ന ഒരു മോഡലാണ്. നിങ്ങൾ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറയുന്നത് ഇലക്ട്രിക്, അതിൽ വേറെ ആക്സിയൽ ലൈൻ ഇക്വറ്റോറിയൽ ലൈൻ രീതിയിലാണ് ചോദിച്ചത്. ടോർക്ക് വെച്ചിട്ടാണ്. ഇലക്ട്രിക് ഡൈപോൾ ഇലക്ട്രിക് ഫീൽഡ് സ്റ്റേബിൾ ആകുന്ന എപ്പോഴാണ്? 0 ഡിഗ്രി ആണ്. അൺസ്റ്റേബിൾ ആകുന്ന എപ്പോഴാണ്? 180 ഡിഗ്രി ആണ്. ടോർക്ക് വെച്ചിട്ടാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 16, മൂവിംഗ് ചാർജസ് ആണ്. മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താണ്? എന്താണ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്? ചാർജർ പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിൽ കൂടി മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സാണ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ഓർ മാഗ്നറ്റിക് ഫോഴ്സ്. F = Q × V × B അല്ലെങ്കിൽ QVB sin θ എന്നൊക്കെ പറയുന്നത്. അത് വെച്ചിട്ടാണ് ബി പാർട്ട്. ഒരു സ്റ്റേഷനറി ചാർജ് ഫോഴ്സ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യില്ല. എന്തുകൊണ്ട്? കാരണം
വെലോസിറ്റി ഇല്ല, മൂവ് ചെയ്യണം, മൂവിങ് ചാർജസ് അതാണ് ചാപ്റ്ററിൻ്റെ പേര് തന്നെ. ഓക്കെ, മൂവ് ചെയ്താൽ മാത്രമേ അവിടെ ഫോഴ്സ് ഉണ്ടാവും. മൂവ് ചെയ്യുന്നില്ല, അപ്പോൾ അതുകൊണ്ട് വെലോസിറ്റി 0. സോ മേഖലത്തെ ഇക്വേഷൻ കൊടുത്താൽ മതി, F=0. അതുപോലെ തന്നെ 45 ഡിഗ്രി, അപ്പോൾ 0 ഡിഗ്രി മറ്റേ 90 ഡിഗ്രി, അതുപോലെ 45. 0 ഡിഗ്രിയാണ് സ്റ്റേഷനറി, 90 ഡിഗ്രിയാണ് സർക്കിൾ. ഇതിൻ്റെ ഇടയിലാണെങ്കിൽ നമുക്ക് ഹെലിക്കൽ പാത്ത് എന്ന് പറയാൻ പറ്റും. Then question number 17. A spherical conducting shell has a charge Q on it. Potential inside the conductor has a constant value. Potential, അതായത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് എന്താ എപ്പോഴും നിങ്ങൾ പഠിക്കേണ്ടത് ആ റിലേഷനാണ്, E=-dV/dr എന്ന് പറയുന്നത്. എപ്പോഴും അതാ ചോദിക്കുക. ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ എന്താ ചോദിക്കുക, നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ് ഡാഷ് ഇലക്ട്രിക് ഫീൽഡ്. ആ സാധനം തന്നെയാണ് ഒരു പ്രോബ്ലം ആയിട്ട് പ്രാവശ്യം ചോദിച്ചത്. അത് മോസ്റ്റ്ലി അത് തിങ്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വലിയ സാധനം ഒന്നുമില്ല, എന്നാലും ഒരു ആവറേജ് സ്റ്റാൻഡേർഡാണെന്ന് പറയാം. വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ dV, വോൾട്ടേജ് പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ ചേഞ്ച് എന്താണ്? 0. പൊട്ടൻഷ്യൽ ചേഞ്ച് ഇല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ല. അപ്പോൾ ആൻസർ 0 ആണ് വരേണ്ടത്. റൈറ്റ് ഇനി ഞാൻ എങ്ങനെ വന്നുകൂടി പറഞ്ഞേ ഉള്ളൂ കേട്ടോ. എന്താ ആൻസർ 0 എന്ന് എഴുതിയ മാർക്ക് കിട്ടി. റൈറ്റ് ടു പ്രോപ്പർട്ടീസ് ഓഫ് എനി ടു പ്രോപ്പർട്ടീസ് ഓഫ് ഇക്വിപൊട്ടൻഷ്യൽ സർഫേസ്. ഇക്വിപൊട്ടൻഷ്യൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ഇക്വിപൊട്ടൻഷ്യൽ സർഫേസ് ആണെന്ന് പറയാം. ഇക്വിപൊട്ടൻഷ്യൽ സർഫേസിൽ ഒരു പോയിന്റ് നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് എത്തിക്കാനുള്ള ചാർജിൻ്റെ വാല്യൂ 0 ആണെന്ന് പറയാം. തുടങ്ങിയ പല കാര്യങ്ങൾ നമുക്ക് ഇക്വിപൊട്ടൻഷ്യൽ എഴുതി വെക്കാൻ പറ്റും. ദെൻ 18 എന്താണ്? ഏതോ റിഫ്ലക്ഷൻ പ്രൂവ് ചെയ്യണം ഹൈഗൻസ് പ്രിൻസിപ്പിൾ വെച്ചിട്ട്. ഒരു ഡൗട്ടുമില്ല, വേവ് ഒപ്റ്റിക്സിൽ ആദ്യം ചോദിക്കും. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 19. ഫിഗർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഡുവൽ നേച്ചറിലെ ക്വസ്റ്റ്യൻ ആണ്. എന്താ ക്വസ്റ്റ്യൻ മാത്രം നോക്കണ്ടു. ക്വസ്റ്റ്യൻ ഇങ്ങനെ പറയുന്നു, X Y മെറ്റീരിയൽ. ഓക്കെ, വിച്ച് മെറ്റീരിയൽ വിൽ എമിറ്റ് ഇലക്ട്രോൺസ് വിത്ത് ഗ്രേറ്റർ കൈനറ്റിക് എനർജി ഫോർ ദ ഇൻസിഡൻറ്റ് റേഡിയേഷൻസ് ഹാവിങ് സെയിം ദ ഫ്രീക്വൻസി ജസ്റ്റിഫൈ യുവർ ആൻസർ. ഇതിൽ ആർക്കാണ് കൈനറ്റിക് എനർജി കൂടുതൽ ഉണ്ടാവുക? അപ്പോൾ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം EV0 H⁻⁵ ആണ്. ആ ഒരു കേസിൽ നമുക്ക് പറയാം. ഏറ്റവും സിമ്പിളായിട്ട് പറയേണ്ട കാര്യം, ഇതിൽ ആർക്കാണ് ലോ ഫ്രീക്വൻസി നോക്കാം, അല്ലെങ്കിൽ വർക്ക് ഫംഗ്ഷൻ കുറവാർക്കാണ് അത് നമ്മൾ നോക്കിയാൽ മതി. ഫ്രീക്വൻസി ആദ്യ ഭാഗം വരുന്നത് ഓക്കെ എക്സ് എന്ന് പറയുന്ന ആൾക്ക് H⁻⁵ എന്ന് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ E⁻ EV0 അല്ലെങ്കിൽ ഇക്വേറ്റ് ചെയ്തിട്ട് EV0 H⁻⁵ ഒന്നും വേണ്ട. ഫസ്റ്റ് വൺ ഓക്കെ ലോവസ്റ്റ് ഫ്രീക്വൻസി ആ ഒരു കേസിൽ വരുന്നത് ത്രഷോൾഡ് ഫ്രീക്വൻസി കുറവാർക്കാണ് X. ഇത് ടച്ച് ചെയ്യുന്നത് മനസ്സിലായില്ല. രണ്ടാൾക്കും വരുന്നത് ഒരേപോലെയാണ്, ബട്ട് ഫ്രീക്വൻസി ഒരേപോലെയുള്ള ഫ്രീക്വൻസിയിലാണ് വന്ന് ഇടിക്കുന്നത്. പക്ഷേ മെറ്റീരിയൽസ് ആണ് എക്സും വൈയും. അതിൽ ആർക്കാണ് ത്രഷോൾഡ് ഫ്രീക്വൻസി കുറവ്? ത്രഷോൾഡ് ഫ്രീക്വൻസി കുറവ് എക്സിനാണ്. സോ അങ്ങനെയാണ് ത്രഷോൾഡ് ഫ്രീക്വൻസി കുറവാണ്. പെട്ടെന്ന് തന്നെ ഇവൻ എന്ത് ചെയ്യും? പുറത്തേക്ക് ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യും, ബാക്കിയുള്ളത് കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഷുവർലി ആൻസർ മെറ്റീരിയൽ എക്സിനാണ് ആൻസർ വരേണ്ടത്. ദെൻ ബി പാർട്ട് 2 മെറ്റീരിയൽസ് എ ആൻഡ് ബി ഹാവ് വർക്ക് ഫംഗ്ഷൻസ് 4 ഇലക്ട്രോൺ വോൾട്ട് ആൻഡ് 8 ഇലക്ട്രോൺ വോൾട്ട്. കണ്ടോ, അപ്പോൾ തന്നെ മനസ്സിലായി 4ഉം ഈ 8ഉം ബി പാർട്ടിൽ പറയുന്നുണ്ട്. അങ്ങനെയാണ് ത്രഷോൾഡ് വേവ് ലെങ്ത് ആർക്കാണ് ഹയർ? അപ്പോൾ ത്രഷോൾഡ് വേവ് ലെങ്ത് ആണ് വേണ്ടത് അല്ലേ. അപ്പോൾ ത്രഷോൾഡ് ഫ്രീക്വൻസി നമ്മൾ ഇക്വേഷൻ വർക്ക് ഫംഗ്ഷൻ തന്നു. അപ്പോൾ വർക്ക് ഫംഗ്ഷൻ ഇക്വേഷൻ Φ or Φ0 H ന്യൂ0 പോരാ, ഫ്രീക്വൻസി അല്ല, ത്രഷോൾഡ് ഫ്രീക്വൻസി അല്ല ചോദിച്ചാൽ അവിടെ നിന്ന് ചിന്തിക്കണം H/c/λ0. അതിന് മീനിങ് Φ0യും λ0യും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ്. അപ്പോൾ λ0 കൂടണമെങ്കിൽ വർക്ക് ഫംഗ്ഷൻ കുറയണം. അങ്ങനെയാണെങ്കിൽ 4 ഇലക്ട്രോൺ വോൾട്ട് അതാരാ? മെറ്റീരിയൽ എനാണ് ത്രഷോൾഡ് വേവ് ലെങ്ത് കുറയാ, ബിക്കോസ് Φ0യും ത്രഷോൾഡ് വേവ് ലെങ്ത്തും വർക്ക് ഫംഗ്ഷനും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. അപ്പോൾ വർക്ക് ഫംഗ്ഷൻ കുറഞ്ഞ ആൾക്ക് ത്രഷോൾഡ് വേവ് ലെങ്ത് കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ മെറ്റീരിയൽ എനാണ് ആൻസർ വരേണ്ടത്. ഇവിടെ ബി പാർട്ട് അതുമായി ബന്ധപ്പെട്ടല്ല തന്നിരിക്കുന്നത്. എനിവേ നമുക്ക് ഇവിടെ ഈ ക്വസ്റ്റ്യൻ മെറ്റീരിയൽ ഏത് തന്നെയാണ് വരിക, അതായത് ഫസ്റ്റ് വണ്ണുമായിട്ട് റിലേറ്റഡ് അല്ല. എന്നാലും കണക്റ്റഡ് ആയിട്ട് തന്നെയാണ് അവർ ചോദിക്കാനും നോക്കുന്നത്, അത് വേറെ കാര്യം. 20 പാർട്ട് നെറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫേസ് ഇസ് 0. നമുക്കറിയാം ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം ആയിട്ട് മാറ്ററാണ്. ബി പാർട്ട് ബാർ മാഗ്നറ്റ് ഓഫ് മാഗ്നറ്റിക് മൊമെന്റം ഈസ് അലൈൻഡ് പാരലൽ ടു ദ. എപ്പോഴും കൂടി പറയുന്ന കാര്യം കീമിനൊക്കെ സ്ഥിരം സാധനമാണ്. പാരലൽ എപ്പോഴും സ്റ്റേബിൾ കണ്ടീഷനിലാണ് ഉള്ളത്. അങ്ങനെയാണ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്താണ്? പൊട്ടൻഷ്യൽ എനർജി -mb cos തീറ്റയാണ്. തീറ്റ ഇവിടെ 0 കൊടുക്കാൻ പറ്റണം മക്കളെ. -mb ആണ് ആൻസർ വരിക. ഇങ്ങനെ ഇരിക്കുന്ന ഒരു മാഗ്നറ്റിക് ഡൈപോൾ എന്ത് ചെയ്തു? വാട്ട് വർക്ക് ഈസ് ടു ബി ഡൺ ടു ടേൺ ദ മാഗ്നറ്റിക് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ഫീൽഡ്? എന്താ ചോദിക്കാതെ വിചാരിക്കുക. θ 180 ആക്കണം. അങ്ങനെ θ 180 ആക്കണം എന്ന് പറഞ്ഞ സമയത്ത് വീണ്ടും എന്താകും? -mb cos 180. cos 180 എത്രയാണ്? -1. അപ്പോൾ -mb × -1 ആൻസർ MB. ആൻസർ അല്ല MB, പൊട്ടൻഷ്യൽ എനർജിയാണ് MB ആവുക. അപ്പോൾ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -mb ആൻസർ വിൽ ബി -2 MB ആണ് ആൻസർ വരിക. -2 MB അല്ലെങ്കിൽ
നമ്മളെ മറ്റേ ഇക്വേഷൻ വർക്കിൻ്റെ ഇക്വേഷൻ ഡയറക്റ്റ് കൊടുത്താൽ മതി. W=mb ഇൻറ്റു കോസ് തീറ്റ 1 മൈനസ് കോസ് തീറ്റ 2 കൊടുക്കണം. കുറേ ആൾ MB വെച്ച് ഇതിന് കുറേ ആൾക്ക് ഇവിടെ തെറ്റിയിട്ടുണ്ടാവും. MB ഇൻറ്റു കോസ് തീറ്റ 1 മൈനസ് കോസ് തീറ്റ 2 അഥവാ MB ഇൻറ്റു കോസ് 0 മൈനസ് കോസ് 180 അഥവാ 1 മൈനസ് 1 2MB അങ്ങനെ പറയാം. 2MB ആണ് അവിടെ ആൻസർ വരേണ്ടത്. MB അല്ല മക്കളെ. MB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി മാത്രമാണ്. വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MB + MB 2MB ആണ് ആൻസർ വരേണ്ടത്. ശ്രദ്ധിക്കണം, ഇനി തെറ്റാൻ പാടില്ല കേട്ടോ. 21A പാർട്ട് റൈറ്റ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ജംഗ്ഷൻ ഡയോഡ് വിച്ച് മേക്ക് ഇറ്റ് സ്യൂട്ടബിൾ ഫോർ റെക്ടിഫിക്കേഷൻ. ഡയോഡിൻ്റെ കാര്യം എന്താ? ഡയോഡിൻ്റെ കേസ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. യൂണി ഡയറക്ഷണൽ പ്രോപ്പർട്ടി. ദാറ്റ് മീൻസ് ഒരു PN ജംഗ്ഷൻ ഡയോഡ് ഫോർവേഡ് ബയാസിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ, റിവേഴ്സ് ബയാസിൽ വർക്ക് ചെയ്യില്ല. ഇത് തന്നെയാണ് അതിൻ്റെ മെയിൻ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അതിൽ പ്രോപ്പർട്ടീസ് എന്ന് വെച്ചാൽ ഒരു കാര്യം കൂടി വേണം പറയാം. ഫോർവേഡ് ബയാസിൽ ലോ റെസിസ്റ്റൻസ് ആണ് ഡയോഡ് മേക്ക് ചെയ്യുക, റിവേഴ്സ് ബയാസിലാണെങ്കിലോ ഹൈ റെസിസ്റ്റൻസ് മേക്ക് ചെയ്യും. ഇതൊക്കെയാണ്, വേറൊന്നുമില്ല. ദെൻ ഹാഫ് എ റെക്ടിഫയർ, ഫുള്ളോ ഹാഫ് ഉറപ്പായിട്ടും ചോദിക്കും. അത് ഹാഫ് ചോദിച്ചെന്നേ ഉള്ളൂ. ദെൻ 22 നെക്സ്റ്റ് 3 മാർക്കിൻ്റെ സെഷനിൽ പോകുമ്പോൾ 22 to 25 4 മാർക്കിൻ്റെ സെഷനിലേക്കാണ് പോകുന്നത്. സീരീസ് ഓക്കെ, 1/CS = 1/C1 + 1/C2 ഡെറിവേഷൻ ചെയ്തിട്ടുണ്ടാണ്. സി വേഴ്സസ് ചാർജ് വേഴ്സസ് വോൾട്ടേജ് ഗ്രാഫ് എന്നിട്ട് സ്ലോപ്പ് ചോദിച്ചു. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റൻസ്, ഏരിയ എന്താ, എനർജി ഒക്കെ ബേസ് ക്വസ്റ്റ്യനാണ്. ദെൻ കിർച്ചോഫ്സ് ലോ, വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ആ കാര്യങ്ങൾ. ദെൻ ഇതിൽ കറണ്ട് കണ്ടെത്തണം. സമ്മപ്പ് ചെയ്യുക, വരുന്നവർക്ക് സമ്മപ്പ് ചെയ്യുക, പുറത്ത് പോകുന്ന സമ്മപ്പ് ചെയ്യുക. അപ്പോൾ എന്താ 0.2 ഉള്ളിലേക്ക് 0.6 ഉള്ളിലേക്ക്, അപ്പോൾ 0.8 പിന്നെ 0.7 അപ്പോൾ 15 നിരക്കുക. 15 ഉള്ളിലേക്കുണ്ട്. പുറത്തേക്ക് ഒരു 5 ആംപിയറും 5 അല്ല 0. ആണ് ഞാൻ 5 നിരക്കുകയാണ്. 5ഉം 4ഉം പുറത്തേക്കുണ്ട്. അപ്പോൾ 9. നേരത്തെ പറഞ്ഞ എത്രയാണ്? 15 അല്ലേ പറഞ്ഞേ? 7 2 9 9 6 15. 15ഉം 9ഉം 15ൽ നിന്ന് 9. അപ്പോൾ ഇവൻ പുറത്തേക്കാണ്. അപ്പോൾ 15ൽ നിന്ന് 9 ഉറക്കും. 15ൽ നിന്ന് 9 കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 9ഉം 6ഉം 9 6ഉം 15 അങ്ങനല്ലേ? അപ്പോൾ 6 ആയിരിക്കും ആൻസർ. 6 ആംപിയർ. അത് 3 കൂടി കൂട്ടുമ്പോൾ ടോട്ടൽ കിട്ടണം. കറണ്ട് എൻ്ററിങ് കറണ്ട് ലീവിങ് സെയിം ആയിരിക്കണം. 6 എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തോ. ദെൻ സിമ്പിൾ മൈക്രോസ്കോപ്പിൻ്റെ ലേബിൾഡ് ഡയഗ്രം. ഇപ്പം ഇങ്ങോട്ട് പറയാം. സിമ്പിൾ മാഗ്നിഫിക്കേഷനും എന്തും പഠിക്കാൻ നിൽക്കണം, റേ ഡയഗ്രം പഠിക്കണം. ബി പാർട്ട് അതുമായി ബന്ധപ്പെട്ടല്ല ചോദിക്കുന്നത്. ഫോക്കൽ ലെങ്ത് F1 തന്നു. 2 കോൺവെക്സ് ലെൻസുകളാണ്, അതുകൊണ്ട് പോസിറ്റീവാണ് 2 എടുക്കേണ്ടത്. അത് മൈൻഡിലുണ്ടാവണം. ഒരാൾ എപ്പോഴും ഞാൻ നോർമലി ചെയ്യുമ്പോൾ കോൺവെക്സ് ലെൻസിൻ്റെയും കോൺകേവും കോംബോ ആണ് ചെയ്യാൻ നിൽക്കുന്നത്. കാരണം ഒരു പ്ലസും മൈനസ് എടുക്കേണ്ടത്. ഇവിടെ പവറും ഫോക്കൽ ലെങ്ത്തും അവിടെ എന്താ വരിക? F1 0.15, F2 0.3. അങ്ങനെയാണെങ്കിൽ എഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് എന്താ? 1/f = 1/f1 + 1/f2 ചെയ്യാം. അതാണ് അത് ചെയ്തിട്ട് റെസിപ്രോക്കൽ എടുത്താൽ എഫക്റ്റീവ് കിട്ടും. F എഫക്റ്റീവ് കിട്ടും. അത്രയേ ഉള്ളൂ. ആ കിട്ടിയ വാല്യൂവിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് കഴിഞ്ഞാൽ പവർ കിട്ടും. അത്രയേ ഉള്ളൂ മക്കളെ. അതിൽ ഞാൻ ചൈഡ് ചെയ്യാൻ നിൽക്കുന്നില്ല. നിങ്ങൾ ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ ഞാൻ ചെയ്തുതരാം. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 25 സെൽഫ് ഇൻഡക്റ്റൻസ്. അതൊന്നും മാറ്റൂല. സോളിനോയിഡിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ് L = μ0n² ആയാലും തൊട്ടുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ ബി പാർട്ട് നല്ലൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഫീൽ ചെയ്യുന്നു. ഗ്രാഫ് ഇല്ലസ്ട്രേറ്റ്. ഓക്കെ, EMF വേരീസ് വിത്ത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് ഫോർ ടു ഐഡൻറ്റിക്കൽ സോളിനോട് P and Q ആണ്. 1 ഈസ് എയർ കോർഡാണ്. എയർ ആണ് അതിലുള്ളത്, ഉള്ളിൽ എയർ ആണുള്ളത് സോളിനോയിഡിൻ്റെ. മറ്റേ അയൺ കോറാണുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതാണ് അയൺ കോർ ഉള്ളത്? അപ്പോൾ നമ്മൾ സെൽഫ് ഇൻഡക്റ്റൻസ് കണ്ടെത്തിയാൽ മതി. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഇക്വേഷനാണ് EMFൻ്റെ ഇക്വേഷനാണ് L × di/dt. അപ്പോൾ L = E/di/dt. അതായത് ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ സെൽഫ് ഇൻഡക്റ്റൻസ്. അപ്പോൾ സെൽഫ് ഇൻഡക്റ്റൻസ് കൂടുതൽ ആർക്കാ? സ്ലോപ്പ് കൂടിയ ആൾ സ്ലോപ്പ് ഓഫ് P ഈസ് ഗ്രേറ്റർ ദാൻ സ്ലോപ്പ് ഓഫ് Q. അപ്പോൾ Pന് സ്ലോപ്പ് കൂടുതലാണ്. സ്ലോപ്പ് കൂടിക്കാൻ നമുക്കറിയാം L കൂടുതലാണ്. Lൻ്റെ ഇക്വേഷൻ μ0 അവിടെ ഡയറക്ട്ലി പ്രൊപ്പോർഷനിലാണ്. സോ ആൻസർ അയൺ കോറോട് P ആണ് വരേണ്ടത്. Pനായിരിക്കും സെൽഫ് ഇൻഡക്റ്റൻസ് കൂടുതലായതുകൊണ്ട് അവിടെ μ0 കൂടുതലായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദെൻ എന്തെങ്കിലും നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. എനിക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് 5 മാർക്കിൻ്റെ സെഷനിൽ പോകുന്നു. ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഒരു മാറ്റൂല, നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. പിന്നെ വയറിൻ്റെ ആണ് E = λ/2πε0 ആണെന്ന് കിട്ടിയിട്ടുണ്ടാവും. ലീനിയർ ചാർജ് ഡെൻസിറ്റി ആണ്. ചാർജ് എന്നും ലെങ്ത് തന്നിട്ട് മക്കളെ നിങ്ങൾ വേറൊന്നും ഉപയോഗിക്കാനില്ല. λ = Q/L. λ Q/L 8/5 80/5 ചെയ്ത് കഴിഞ്ഞാൽ 4 ആണെങ്കിൽ 20. അപ്പോൾ 16 അല്ലേ? 16ഉം 15ഉം ഓക്കെ 16 16 കൂളോം/മീറ്റർ എന്നായിരിക്കും അതിൻ്റെ ആൻസർ. അത്രയേ ഉള്ളൂ. ഡയറക്റ്റാണ് സാധനം. ഡയറക്റ്റ് ഡിവൈഡ് ചെയ്യുക. കുറേ ആൾ λ/2πε ചിന്തിക്കുക. അതിൻ്റെ ആവശ്യമില്ല അവിടെ. ദെൻ നെയിം ദ റൂൾ വിച്ച് ഇസ് ദ ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ കറണ്ട് കാര്യം. മാഗ്നറ്റിക് ഫോഴ്സ് ആണ്. ഫോഴ്സ് എന്ന് തന്നിട്ടുള്ള യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. അത് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വരും. പിന്നെ പാരലൽ സ്ട്രൈറ്റ് കറണ്ട് വരാത്ത വിചാരിച്ചിരിക്കുകയാണ്. ഡിഫൈൻ 1 ആംപിയർ വിട്ട് കളിയില്ല മക്കളെ. F = μ0I1I2/2π. F = μ0I1I2L / 2πr 2πd 1 ആംപിയർ. ഞാൻ ലാസ്റ്റ് ഹാഫ് ഇയർ എക്സാമിൻ്റെ അതിൽ വ്യക്തമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. 1 ആംപിയർ പഠിക്കണേ. 1 ആംപിയർ ഓക്കെ. അപ്പോൾ അവിടെ
എഫിൻ്റെ നമ്മൾ വാല്യൂ കൊടുത്തിട്ട് I1 I2 1 ആംപിയർ കൊടുത്ത് ഡീന് 1 മീറ്റർ കൊടുത്ത് നമ്മൾ ചെയ്യുന്ന സമയത്ത് 2 × 10⁻⁷ ന്യൂട്ടൺ പെർ മീറ്ററോ അങ്ങനെ എന്തൊരു വാല്യൂ കിട്ടുന്ന ഫോഴ്സ് ആണെങ്കിൽ ആ രണ്ട് കണ്ടക്ടറിൽ കൂടി കറണ്ട് ഒഴുകുന്നത് 1 ആംപിയർ ആയിരിക്കും. അതാണ് അങ്ങനെയാണ് ഡിഫൈൻ ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ദെൻ 2 ലോങ് പാരലൽ കണ്ടക്ടേഴ്സ് ക്യാരി ഈക്വൽ കറൻസ് ഇൻ സെയിം ഡയറക്ഷൻ. വാട്ട് ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡ് ആയിട്ട് അങ്ങനെയാണ് രണ്ട് ഡയറക്ഷൻ വരുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരിക. അത് മിഡ് ഫീൽഡ് എത്രയായിരിക്കും, മിഡ് പോയിന്റിൽ എത്രയായിരിക്കും ഉണ്ടാവുക, മാഗ്നറ്റിക് ഫീൽഡാണ് ചോദിക്കുന്നത്. അപ്പോൾ മിഡ് പോയിന്റ് എന്ന് പറയുന്ന സമയത്ത് ഒരാൾ ഉള്ളിലേക്ക് വന്ന് പുറത്തേക്കും ആൻസർ 0 അല്ലേ, 0 ആയിരിക്കും വരിക. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ക്യാൻസൽ ആയി പോകും കേട്ടോ. ക്യാൻസൽ ആയി പോകും, ഉറപ്പായിട്ടും 0 ആണ്. മിഡ് പോയിന്റിൽ കറക്റ്റ് 0, കാരണം രണ്ടിൽ ഒരേ കറണ്ടാണ് ഒഴുകുന്നത്, സെയിം ഡയറക്ഷനാണ് ഒഴുകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 28. ഇത് പണ്ട് നമുക്ക് ഓൾറെഡി ഉള്ളൊരു മോഡലാണ് ഈ ഒരു സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എൻ്റെ വീഡിയോസുകളായിട്ട്. കപ്പാസിറ്റർ, റെസിസ്റ്ററും ബൾബും തന്ന് AC കൊടുത്തു, ആയിക്കോട്ടെ. എന്നിട്ട് ബൾബിൻ്റെ തീവ്രതയ്ക്ക് എന്ത് സംഭവിക്കുന്ന പരിപാടിയല്ലേ, അതന്നെ. പണ്ട് കപ്പാസിറ്ററിൻ്റെ ഇത് മാത്രമേ ചോദിച്ചാൽ, കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റ് ഡബിൾ, പണ്ട് ചോദിച്ചാൽ കപ്പാസിറ്റർ ഡബിളാക്കി എന്നൊക്കെ ചോദിക്കുക, കപ്പാസിറ്റൻസ് ഡബിളാക്കി. ഇവിടെയാണെങ്കിൽ കപ്പാസിറ്റർ തമ്മിലുള്ള പ്ലേറ്റ്, രണ്ട് പ്ലേറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡബിളാക്കി കഴിഞ്ഞു. ആറും ഫ്രീക്വൻസിയിലൊന്നും മാറ്റം വരുത്തിയിട്ടില്ല. അങ്ങനെ എന്താ സംഭവിക്കുക? അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇംപിഡൻസിന് എന്താ സംഭവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് പറഞ്ഞു പോകാം മക്കളെ. XC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/C⍵ കപ്പാസിറ്റർ തരുന്ന റെസിസ്റ്റൻസ് ആണല്ലോ, കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. അപ്പോൾ C അറിയണം. C എന്ന് പറഞ്ഞ സാധനം ε0 A/d ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് ഡബിളാക്കി. ഡിസ്റ്റൻസ് ഡബിളാക്കുമ്പോൾ കപ്പാസിറ്റൻസ് ഹാഫ് ആവും, അല്ലെങ്കിൽ കപ്പാസിറ്റൻസ് കുറയും. നമുക്ക് അത്രയും വേണ്ടു, കപ്പാസിറ്റൻസ് കുറയും. അപ്പോൾ XC = 1/C⍵. അപ്പോൾ കപ്പാസിറ്റൻസ് കുറയുമ്പോൾ XC കൂടുടാ. XC കൂടുന്ന പറഞ്ഞാൽ എന്താ? റെസിസ്റ്റൻസ് കൂടും മക്കളെ. ബൾബ് ഇംപിഡൻസ്, റെസിസ്റ്റൻസ് കൂടുന്ന കപ്പാസിറ്ററിന് തരുന്ന റെസിസ്റ്റൻസ് കൂടും, ഇംപിഡൻസ് കൂടും, ബൾബിൻ്റെ പ്രകാശ തീവ്രത കുറയും. വ്യക്തമായിട്ട് പഠിക്കണം അത്. ദെൻ ബി പാർട്ട് ഫ്രീക്വൻസി കൂട്ടി. അപ്പോൾ XC = 1/C⍵. ആ ഒമേഗ 2πν. അപ്പോൾ ന്യൂ കൂടുമ്പോൾ XC കുറയും. മറ്റേ പോലെ ചിന്തിക്കേണ്ട ആവശ്യമില്ല, ഇവിടെ ഡയറക്റ്റ് XC തന്നെ കൊടുക്കാം. അപ്പോൾ ന്യൂ കൂടുമ്പോൾ XC കുറയും. ദാറ്റ് മീൻസ് കപ്പാസിറ്റർ തരുന്ന കപ്പാസിറ്റീവ് റിയാക്റ്റൻസിൻ്റെ വാല്യൂ കുറയും. ദാറ്റ് മീൻസ് ഇംപിഡൻസിൻ്റെ വാല്യൂ കുറയും. ബൾബിൻ്റെ പ്രകാശ തീവ്രത കൂടും, പവർ കൂടെ ചെയ്യാം. ദെൻ ബി പാർട്ട് വാട്ട് ഈസ് ദ കണ്ടീഷൻ? റെസൊണൻസിൻ്റെ കണ്ടീഷൻ അത് XC = 1/C. XC = XL കണ്ടീഷൻ അതാണ് കേട്ടോ. ദെൻ LCR ഇംപിഡൻസ്, റെസൊണൻസിൽ ഇംപിഡൻസ് എന്താണ്? Z = R. ബാക്കി രണ്ടും ഈ ക്യാൻസലായി പോകുമല്ലോ. ദെൻ കണ്ടോ, ഞാൻ പറഞ്ഞില്ല പ്രിസം വരൂല മക്കളെ, പുലി വരുന്നു പറഞ്ഞിട്ട് ലെൻസ് മേക്കേഴ്സോ കേർവ്ഡ് സർഫേസോ ഉറപ്പിച്ചോ. അതാണ് പ്രിസം. ആ ഒരു ഹാഫ് ഇയർലിലും കാലാകാലങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുക, കഴിഞ്ഞ പബ്ലിക്കൊക്കെ ചോദിച്ചിട്ട് സാധനം എല്ലാം മാറ്റി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പ്രിസം എക്സ്പെക്ട് ചെയ്യാം, കാരണം ഇപ്രാവശ്യം പ്രിസം വന്നില്ല. റേ ഡയഗ്രാം കേർവ്ഡ് സർഫേസ് ബന്ധപ്പെട്ട കാര്യമാണ്. N2/V - N1/U = N2 - N1/R ഡെറിവേഷനാണ് ചെയ്യേണ്ടത്. ലാസ്റ്റ് ക്വസ്റ്റൻ ഡബിൾ കോൺവെക്സ് ലെൻസ് പ്രീവിയസ് ആണ് മക്കളെ. 1.5 ബോത്ത് റേഡിയസ് ഓഫ് കർവ് വെച്ച് 20 സെൻറ്റിമീറ്റർ ഈച്ചാണ് ഫോക്കൽ ലെങ്ത്. ഏത് ഉപയോഗിക്കണം? ലെൻസ് മേക്കേഴ്സ് ഫോർമുലയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഡബിൾ കോൺവെക്സ് ലെൻസ്, 2 റേഡിയസ് ഉണ്ടോ, ഇത് ഉപയോഗിച്ചോളുക. കേർവ്ഡ് സർഫേസും കൂടി പറ്റൂല എന്ന് ലെൻസ് മേക്കേഴ്സ് ഉപയോഗിക്കണം. 1/f = N-1 അല്ലെങ്കിൽ N21 - N-1 എന്ന് മതിയാകും, കാരണം എയറിൻ്റെ കോൺസെപ്റ്റ് എടുക്കണം. 1/R1 - 1/R2. അതിൽ ഒരാൾ R1 20 സെൻറ്റിമീറ്റർ ആണെങ്കിൽ R2 -20 എടുക്കണം, അത്രയേ ഉള്ളൂ. അത് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ കിട്ടും. അപ്പോൾ ഞാൻ ജസ്റ്റ് പറയാം 1/f = 1.5 - 1, അഥവാ 0.5 × 1/20 + 1/20. 1/20 മൈനസ് കൊടുത്തിട്ടാണ് 1/20 + 1/20 ആയത്. അപ്പോൾ മനക്കണക്കാരി ചെയ്ത് തരണം, 0.5 × 1/20 + 1/20 എന്ന് പറയുമ്പോൾ 2 × 1/20. അപ്പോൾ 2 ക്യാൻസൽ, അപ്പോൾ 1/10. 1/10 0.5, അപ്പോൾ 1/20 ബാക്കിയുണ്ടാവും. അപ്പോൾ F = 20 ആണോ കിട്ടുന്നത്? ഐ തിങ്ക് F = 20 സെൻറ്റിമീറ്ററാണ് എനിക്ക് ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഇപ്രാവശ്യത്തെ പ്ലസ് ടു ഫിസിക്സിൻ്റെ +1 നോക്കുന്ന സമയത്ത് കുറച്ചും കൂടി നിലവാരം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് നല്ല ലെവൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും സാമ്പിൾ ക്വസ്റ്റ്യൻസും NCERT ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വേണം മക്കൾ, നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്ത് കൂടിക്കോ. സോ നെക്സ്റ്റ് സെഷനിൽ എങ്ങനെയാണ് പബ്ലിക് എക്സാമിലേക്ക് പോകുമ്പോൾ ഇനിയുള്ള പ്രിപ്പറേഷൻ എങ്ങനെയാണെന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ, നിങ്ങൾ അതും കൂടി കമൻറ്റ് ബോക്സിൽ പറഞ്ഞേക്ക്. സോ നെക്സ്റ്റ് സെഷനിൽ വീണ്ടും കണ്ടോ മക്കളെ. ഓക്കെ, താങ്ക് യു.